ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ മുത്തപ്പനെ കാണാനിരിക്കട്ടെ പറശ്ശിനിക്കട. രാവിലെ 5:40 ആയപ്പോഴേക്ക് എത്തിയിട്ടാണ് ഇവിടെ കേട്ടോ ഭഗവാന്റെ പ്രസാദം കൊടുക്കുന്നത്. നമ്മൾ കയറി കഴിച്ചു. സത്യം പറഞ്ഞാൽ മുത്തപ്പന് നേരിട്ട് വീഡിയോ ഒന്നും ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ പുറത്തേക്ക് വരും, അപ്പോൾ കുറച്ച് നേരം എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കഴിക്കുന്നത്. നേരെ ഉള്ളിൽ നിന്ന് വീഡിയോസിന് എടുക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷമാണ് അടുത്തിരിക്കുന്നത്. എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. ഭഗവാന്റെ പ്രസാദം
ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ശബ്ദമൊക്കെ ഓഫാക്കി വെച്ചിരിക്കുക കേട്ടോ. കാരണം ആ ശബ്ദമൊക്കെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കോപ്പറേറ്റ് കിട്ടില്ലേ. ഒരു 3-4 വർഷമായിട്ടുള്ള ആഗ്രഹം കേട്ടോ മുത്തപ്പനെ തൊഴാൻ വരണം എന്നുള്ളത്. എപ്പോഴും എപ്പോൾ പോകണം എന്ന് പറഞ്ഞാലും ഓരോരോ കാരണം കൊണ്ട് അത് മുടങ്ങാറുണ്ട് കേട്ടോ. ഇന്നലെ ഉച്ചയ്ക്ക് എന്താണെന്നറിയില്ല, ഉച്ചയ്ക്ക് ഏട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ഒരു 8:30 ആകുമ്പോഴേക്ക് റെഡി ആയിരുന്നു, നമ്മൾ പറശ്ശിനിക്കടവ് പോകാന്ന് പറഞ്ഞു. ആദ്യമൊന്നും ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ, കാരണം എപ്പോൾ പറഞ്ഞാലും മുടങ്ങാണ് പതിവ്, എന്തെങ്കിലും കാരണം അപ്പോഴേക്കുണ്ടാവും. പിന്നെ രണ്ടാമത് വീണ്ടും വിളിച്ചു കേട്ടോ. വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു 10:15 ബസ്സിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, 10:30 ബസ്, അപ്പോഴേക്ക് ഞാൻ വന്ന ഉടനെ ഇറങ്ങണം കേട്ടോ, അപ്പോഴേക്ക് റെഡി ആയിക്കോ പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് വിശ്വാസമായിട്ടോ. 10:30 ബസ് കയറിയിട്ടോ. നല്ല തിരക്കായിരുന്നു ബസ്സിൽ. പക്ഷെ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് 2 പേർക്ക് ഇരിക്കാനുള്ള സീറ്റൊക്കെ കിട്ടി. പിന്നെ അവിടെ ഒരു 3-3:30 ആകുമ്പോഴേക്കൊക്കെ എത്തിയിട്ടോ. കുളിക്കാനൊക്കെ അവിടെ തന്നെ സൗകര്യം ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മളെന്നാൽ റൂം എടുക്കാം, കൊണ്ടുപോയി ബാഗൊക്കെ അവിടെ വെക്കാമല്ലോ എന്ന് വിചാരിച്ച് റൂം എടുക്കാൻ നോക്കുമ്പോൾ എല്ലാം അവിടെ അടച്ച് കിടക്കുക കേട്ടോ. ലാസ്റ്റ് റോഡിലൊരു സ്ഥലത്ത് റൂം കിട്ടിയിട്ടോ. പക്ഷെ അവിടെയാണെങ്കിലോ വൃത്തിയെന്ന് പറഞ്ഞാൽ അടുത്തു കൂടെ പോയിട്ടില്ല. പൈസയാണെങ്കിലോ കൊല്ലണ പൈസ. എന്തായാലും വേണ്ടില്ല വിചാരിച്ച് കുളിക്കെങ്കിലും ചെയ്യാൻ വിചാരിച്ച് എടുത്തു. വേറെ എവിടെയും കിട്ടാനില്ല. അവിടെ എവിടെയും എല്ലായിടും അടച്ചിട്ടിരിക്കുമായിരുന്നു ആ സമയത്ത്. പുലർച്ചെ ഒരു 3-3:30 ചെന്നാൽ നല്ല പെട്ടുപോകും. പിന്നെ അവിടെ അടുത്ത് കുളിയൊക്കെ കഴിഞ്ഞ് കറക്റ്റ് 5:30 മണിക്ക് തന്നെ ഇറങ്ങിയിട്ടോ. ഞങ്ങൾ ചെന്നപ്പോഴേക്കും നട തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. 5:40 ആയപ്പോഴേക്കും ചെന്ന ഉടനെ അവിടെ തുറന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ നേരെ ഉള്ളിൽ കയറിയിട്ടോ. ഏട്ടൻ വഴിപാട് കഴിക്കാൻ വേണ്ടിയിട്ട് റെസീറ്റ് ആക്കാനൊക്കെ നിന്നു. പിന്നെ ഏട്ടനും അപ്പോഴേക്ക് വന്നു കേട്ടോ. കയറി ഉടനെ തന്നെ ഏട്ടനും വന്നു. ഞങ്ങൾ നേരെ ആണുങ്ങൾക്ക് വേറെയും പെണ്ണുങ്ങൾക്ക് വേറെ 2 സ്ഥലത്താണ് നിർത്തിയിരുന്നത്. എന്നാലും 2 പേർക്ക് നേരെ ഫ്രണ്ടിൽ തന്നെ നിൽക്കാൻ പറ്റിയിട്ടോ. ഞാനിതിന് മുന്നേ 2 പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴൊന്നും എനിക്കിങ്ങനെ നേരെ പോലെ നമ്മൾ തൊഴാനോ കാര്യങ്ങൾ കാണാനോ അവിടുത്തെ പൂജകളൊന്നും കാണാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വന്നു തൊഴുതു, ജസ്റ്റ് വന്നു തൊഴുതു, അങ്ങനെ പോയിന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഇത് നമ്മൾ തുറന്ന ഉടനെ ഇങ്ങോട്ട് ചെല്ലുകൊണ്ടേ നമ്മൾ ആദ്യം മുതലുള്ള പൂജകളും അവിടുത്തെ പൂജാരീതികളൊക്കെ ആദ്യം മുതലേ കണ്ടു കേട്ടോ. എല്ലാം കണ്ടു. പിന്നെ മുത്തപ്പൻ്റെ അനുഗ്രഹമൊക്കെ മേടിച്ചു. 2 പേരും കൂടി ഒരുമിച്ച് തന്നെ കേട്ടോ മേടിച്ചത്. അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്ക് 8:30 ആയി. ശരിക്കും നമ്മൾ അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് രാവിലെ 5:30 ആകുമ്പോഴേക്ക് തന്നെ ചെല്ലണം. എന്നാലാണ് ആദ്യം മുതലേ ആ തെയ്യം വരണതൊക്കെ ആദ്യം മുതലേ നമുക്ക് കാണാൻ പറ്റൂ. നേരെ ഉള്ളിൽ വീഡിയോസ് എടുക്കാൻ പാടില്ല. സത്യം പറഞ്ഞാൽ വീഡിയോസ് എടുക്കേണ്ട കാര്യമൊക്കെ ഞാൻ മറന്നുപോയി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉള്ളിൽ കയറി ഇത്രയും അടുത്ത് നിന്നിട്ടൊക്കെ തൊഴണത് ആദ്യമായിട്ടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇതുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ നിന്ന് പിന്നെ പുറത്തിറങ്ങിയതിന് ശേഷം കേട്ടോ വീഡിയോസൊക്കെ എടുത്തത്. പിന്നെ ഈ ബോട്ടിലൊന്നും പോകാൻ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ബോട്ട് കയറിയപ്പോഴും എനിക്ക് ആ ഉള്ളിലത്തെ കാര്യങ്ങളായിരുന്നു മനസ്സ് നിറയെ അതന്നെയായിരുന്നു. നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. എന്നാലും അതിനിടയ്ക്കൊക്കെ ഇടയിലൊക്കെ നായ്ക്കളുണ്ടായിരുന്നു കേട്ടോ. നായ വന്ന ഉള്ളിൽ മുത്തപ്പൻ്റെ അടുത്ത് വന്നിരിക്കലും അതൊക്കെ ഒരു പ്രത്യേകത തന്നെ കേട്ടോ. കാരണം അവിടെ നമ്മളെപ്പോലെ തന്നെയാണ് അവരും. നമ്മളെക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യമാണ് പറഞ്ഞില്ലേ. അത്രയും ഇതിലാണ് അടുത്ത് വന്നിരിക്കുക. ഭഗവാൻ അവിടെ കൽപ്പനയൊക്കെ പറയുമ്പോൾ തൊട്ടടുത്താണ് ഇരിക്കുന്നത്. എന്താ പറയുക, വീഡിയോസ് ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരുപാടൊന്നും എടുത്തിട്ടില്ല. ആദ്യമൊന്നും ഞാൻ എടുക്കാൻ സത്യം പറഞ്ഞാൽ മറന്നു പോയിട്ടോ. പിന്നെയാണ് അയ്യോ വീഡിയോസ് എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ച് പിന്നെ അതിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ ബോട്ട് കയറി അപ്പം മുതലേ സിനിമ പാട്ട് വെച്ചിരിക്കുക കേട്ടോ. അത് കാരണം ശബ്ദം ഓഫാക്കല്ലാതെ ഒരു നിവൃത്തിയില്ല. ആദ്യം മുതലേ ഉള്ള ശബ്ദങ്ങൾ മൊത്തം ഓഫാക്കി വെച്ചിരിക്കുക.